ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു കിച്ചൺ വ്ളോഗാണേ. എപ്പോഴും സ്റ്റിച്ചിങ് ചെയ്ത് നിങ്ങളെ മടുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതൊരു വൈകുന്നേരം സമയമാണ് കേട്ടോ, ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ള സമയമാണ് കേട്ടോ. ഇന്ന് വന്ന വഴിക്ക് തന്നെ ഞാൻ ചായ വെക്കാൻ നിന്നില്ല, നല്ല ചൂടായിരുന്നില്ലേ. കുറച്ച് നാരങ്ങ എടുത്ത് കലക്കി രണ്ടു പേർക്കും കൊടുത്തിട്ടാ. ഇന്ന് മക്കൾ ഇവിടെ ഉണ്ടായിരുന്നേ, പഠിത്തം ഇന്നില്ലായിരുന്നു, അപ്പോൾ രണ്ടുപേരും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വന്ന വഴി ഒന്ന് കുളിച്ചിട്ടോ. എന്താ പറയുക, ഞാൻ വന്നപ്പോഴേ 3:30 മണിയൊക്കെ ആയെങ്കിലും ഭയങ്കര ചൂടായിരുന്നു, വെയിൽ. 3 പാലമൊക്കെ കയറി ഇറങ്ങി വരുമ്പോഴേ ഒട്ടും തണലൊന്നും ഇല്ലല്ലോ, നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്കും ആകെ ക്ഷീണിക്കും. അപ്പോൾ വന്ന വഴിക്ക് ഞാനൊന്ന് കയറി കുളിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സുഖം കിട്ടിയിട്ടോ. കായലിൻ്റെ അടുത്ത് പോയി നിന്നപ്പോൾ നല്ലൊരു ആശ്വാസം കിട്ടി. എന്നിട്ടാണ് ഞാൻ അടുക്കളയിലേക്ക് കയറിയത് കേട്ടോ. അപ്പോൾ രാവിലെ കഴിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊന്നും ഒന്നുമില്ല, പക്ഷെ അതേവഴി തന്നെ എല്ലാം മൂടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കഴുകണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴുകി വരുമ്പോഴേക്കും ഉണ്ടല്ലോ ഒരു ടാങ്ക് വെള്ളം മൊത്തം തീരുകയും ചെയ്യും, പാത്രമോട്ട് വൃത്തിയാകുകയും ഇല്ല. പിന്നെ ഞാൻ വന്നിട്ട് രണ്ടാമത് കഴുകാൻ നിൽക്കണം. ഇതിലും നല്ലത് പിന്നെ ഇവിടെയൊക്കെ വൃത്തികേടാക്കുകയും ചെയ്യും. അപ്പം ഞാൻ പ്രത്യേകം ആമീനോട് പറഞ്ഞിട്ടുണ്ട്, കഴുകാനുള്ള സാഹസത്തിനൊന്നും നിൽക്കണ്ട, പാത്രം ഇവിടെ തന്നെ വെച്ചോളൂ, സിങ്കിലേക്ക് ഇട്ടോളൂ, വേസ്റ്റ് കളഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിച്ചിട്ട് അതേവഴി തന്നെ മൂടിയൊക്കെ എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ രാവിലെ കഴുകിയിട്ട് പോയ കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ആദ്യം അതൊക്കെ ഒന്ന് എടുത്ത് പെറുക്കിയൊക്കെ വെച്ചു കേട്ടോ. ഞാൻ എത്ര തിരക്കാണെങ്കിലും രാവിലെ അത്യാവശ്യം നമ്മൾ എടുക്കുന്ന പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് പോകാൻ ശ്രമിക്കും കേട്ടോ. അപ്പോൾ വന്ന് കയറുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരാശ്വാസമായിരിക്കും. അല്ലെങ്കിൽ വന്ന് കയറുമ്പോൾ നിറയെ ഇങ്ങനെ കഴുകാനുള്ള പാത്രമൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴുണ്ടല്ലോ, ഒന്നാമത് എനിക്ക് ഇത്തിരി സ്ഥലമുള്ളൂ കിച്ചണിൽ. ആ ഉള്ള സ്ഥലത്ത് നമ്മളൊന്ന് വൃത്തിയാക്കിയിട്ടിട്ട് പോയാൽ പെട്ടെന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ നല്ലൊരു സമാധാനം കിട്ടും. അല്ലെങ്കിൽ അത് കാണുമ്പോൾ തന്നെ പണിയെടുക്കാനുള്ള ഒരു മൂഡ് പോവും. അപ്പം രാവിലെ കഴുകിയതൊക്കെ അത്യാവശ്യം ഞാൻ രാവിലെ കഴുകാനുള്ളതൊക്കെ അപ്പം തന്നെ കഴുകി ഒതുക്കി പെറുക്കിയൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പം ഇന്ന് വന്നപ്പോഴേക്കും മക്കളെ ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ. അവർ കഴിച്ചതും പിന്നെ രാവിലെ അവർക്ക് വേണ്ടി എടുത്തു വെക്കുന്നതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കഴുകി ഒതുക്കിയിട്ടാവാം ഇനി അടുത്ത ജോലിയിലേക്ക് കയറുന്നതെന്ന് വിചാരിച്ചു. ഞാനിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്കങ്ങനെ എന്തെങ്കിലും വിശേഷ ദിവസം വരുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും പ്രത്യേകിച്ച് വല്ല ഗസ്റ്റൊക്കെ വരുന്നെന്ന് പറഞ്ഞാലും നമുക്കിതൊന്നും അങ്ങനെ വൃത്തിയാക്കേണ്ടി വരില്ല കേട്ടോ. എനിക്ക് അടുക്കളയും ബാത്റൂമും വൃത്തിയാണെങ്കിൽ എൻ്റെ ഒരു 1/4 ഭാഗം ജോലിയും കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കാറുള്ളത്. എനിക്കിത് രണ്ടും വൃത്തിയായി കിട്ടിയാൽ മതി, ബാക്കിയുള്ളതൊക്കെ ഞാൻ പെട്ടെന്ന് ചെയ്യാം. പക്ഷേ ഇതുണ്ടല്ലോ, ഇത് വൃത്തിയായി കിടന്നാൽ എനിക്കൊരു 100 സമാധാനമാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടേക്ക് ഒന്ന് ഒതുക്കി പെറുക്കി കഴുകി ഒന്ന് വൃത്തിയാക്കിയിട്ടൊക്കെ അടുത്ത ജോലിയിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ രണ്ടുപേരും വിശക്കണമെന്ന് പറയണില്ല, കാരണം നാരങ്ങ വെള്ളത്തിൻ്റെ ആ ഒരു ഇതിലിരിക്കുവാണ്. അത് കുടിച്ചുകൊണ്ടിട്ട് ഒരാശ്വാസം കിട്ടുമല്ലോ അപ്പോഴേക്കും വിശപ്പിനൊക്കെ. അപ്പം അതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ വന്ന് കയറുമ്പോഴേ അമ്മയെ വിശക്കണമെന്ന് പറഞ്ഞിട്ട് പുറകെ വരും. ഇന്നിപ്പോൾ അത് കുടിച്ചതിൻ്റെ ആ ഒരു ഇതിൽ രണ്ടും കൂടി അവിടെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് കഴുകി അടുക്കി പെറുക്കി വെച്ചിട്ടൊക്കെ ആവാം ചായയൊക്കെ എടുക്കലെന്ന് വിചാരിച്ച് ഞാനൊന്ന് ചായയൊക്കെ ഇടാമെന്ന് വിചാരിച്ച് ചായ പാലൊക്കെ എടുക്കുവാണ് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്തുണ്ടല്ലോ, ഞാനിപ്പോൾ ചായ വെച്ചിട്ട് പിന്നെ അങ്ങ് മാറി നിൽക്കില്ല, ആ സമയം കൊണ്ട് അടുത്ത ജോലി ചെയ്താൽ നമുക്ക് അത്രയും പണി നീങ്ങി കിട്ടുമല്ലോ. പെട്ടെന്ന് ജോലി ചെയ്ത് അങ്ങ് കിച്ചണിൽ നിന്ന് ഇറങ്ങണം, അല്ലാണ്ട് ഒരു പണി ചെയ്തിട്ട് പിന്നെ അത് ചായ വെച്ച് പിന്നെ ചായ കുടിച്ച് ഇട്ടൊക്കെ വന്നിട്ട് അടുത്തതാകാമെന്നൊക്കെ വിചാരിച്ചാലുണ്ടല്ലോ പിന്നെ നമുക്ക് ഒത്തിരി സമയം പോകും. അപ്പം ഞാൻ ഈ ചായ വെച്ച നേരത്തിന് ഞാൻ വിചാരിച്ചു തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പം എന്നാൽ അതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടെന്നാൽ നമുക്ക് നമ്മുടെ ജോലിയൊക്കെ തീരുമ്പോഴേക്കും ആ ജോലിയും തീർന്ന് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കഴുകാനുള്ള തുണിയൊക്കെ കൊണ്ടുവന്നിട്ട് മെഷീനിലേക്ക് അങ്ങോട്ട് ഇട്ടു കേട്ടോ. നമുക്ക് 7 മണിക്ക് രാവിലെ 7:10 7:15 അതിനുള്ളിൽ എനിക്ക് ഇറങ്ങണം ജോലിക്ക് പോകാനേ. അപ്പോൾ ഈ സമയം കൊണ്ട് അലക്കലൊന്നും നടക്കുന്ന കാര്യമല്ല. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, പിന്നെ കുട്ടികൾക്കുള്ള ഭക്ഷണം, എനിക്കുള്ള ഭക്ഷണം, എനിക്കുള്ളത് ഞാൻ രാവിലത്തെയും കൂടി കയ്യിലെടുക്കും. അതാണ് പതിവ് കേട്ടോ. കാരണം കഴിച്ചിട്ട് പോകാനൊന്നും ഒട്ടും സമയം കിട്ടില്ല. ഈ 7:10 ഇറങ്ങണമെങ്കിൽ ഞാനൊരു 4:45 5 മണിക്ക് മുമ്പായിട്ട് എന്തായാലും എഴുന്നേക്കും. എന്നിട്ട് ഒരു 2-2.5 കിലോമീറ്റർ ഇപ്പോൾ ഒന്ന് നടക്കാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ അപ്പം തുടങ്ങി ജോലി ചെയ്യാൻ നിന്നാലും 7 മണിക്കേ തീരുള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ കാര്യങ്ങളൊന്നും ഇതിൻ്റെ ഇടയിൽ കൂടി ശ്രദ്ധിക്കണ്ടേ. കാരണം എനിക്കാണെങ്കിൽ ഒത്തിരി തടിയൊക്കെ കൂടി, ഇപ്പം നടക്കുന്നതുകൊണ്ട് ഇത്തിരി കുറവ് തോന്നി കേട്ടോ വെയിറ്റിലൊക്കെ. നടക്കുന്നതുകൊണ്ട് ഇച്ചിരി ഗുണമുണ്ടെന്ന്
എന്നൊക്കെ മനസ്സിലായി. അപ്പം എനിക്കതുപോലെ ഒത്തിരി അസുഖമൊക്കെ വന്നു. അപ്പോൾ ഡോക്ടർമാരും പറഞ്ഞു കുറച്ചൊന്നും നടന്നാൽ നല്ലതായിരിക്കും, കാരണം പെട്ടെന്ന് വെയിറ്റ് കൂടിയതുകൊണ്ടാണ് ഇത്തിരി ശ്വാസം മുട്ട് പോലെയൊക്കെ വന്നായിരുന്നു. അപ്പോൾ വെയിറ്റ് കൂടിയതുകൊണ്ടാണെന്ന് അങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ നേരത്തെ എനിക്ക് ഇത്ര വെയിറ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്ന് ശ്വാസം മുട്ട് വന്നാൽ അതിനുള്ള മരുന്നൊക്കെ എടുത്തപ്പോഴാണ് പെട്ടെന്ന് വെയിറ്റൊക്കെ കൂടിയത്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ നടക്കാം. ഒട്ടും നടക്കുന്നില്ല, ഈ വണ്ടിക്ക് പോകുന്നു, നേരെ ഓഫീസിലിരിക്കുന്നു, വീണ്ടും അവിടുന്ന് 3:30 ആകുമ്പോൾ എഴുന്നേറ്റ് വരുന്നു. ഇതൊക്കെ തന്നെയാണല്ലോ പതിവ്. നമുക്ക് നടക്കാനുള്ള ആ ഒരു ഇത് കിട്ടുന്നില്ല. പിന്നെ ഇവിടെ വന്ന് കയറിയാലും അടുക്കളയിൽ കയറി ഈ ഇത്തിരിയുള്ള അടുക്കളയിൽ എന്ത് നടക്കാനാ? അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട. എൻ്റെ അടുക്കള കുഞ്ഞാണ്, അതിൽ തന്നെ ഞാൻ എന്താ പറയുക, എല്ലാം വാഷിംഗ് മെഷീനും വെച്ചിട്ടുണ്ട്, ഫ്രിഡ്ജും വെച്ചിട്ടുണ്ട്, എല്ലാം എൻ്റെ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. ഒരു കാലടി വെച്ചാൽ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ തന്നെ നടന്ന് ജോലി ചെയ്യാനെന്നുള്ളൊരു ഇതില്ലല്ലോ. അപ്പം ഞാൻ രാവിലേക്കൊന്ന് നടക്കാൻ പോയിട്ടൊക്കെ വന്നിട്ടാണ് ബാക്കി ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും പിന്നെ ഉച്ചക്കത്തേക്കുള്ള എനിക്കും കുട്ടികൾക്കുള്ള എല്ലാ ഫുഡൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ 7:10 പോകുന്നതിനിടയിൽ അലക്കാനെന്നുള്ള സമയം നമുക്ക് കിട്ടാറില്ല. അപ്പോൾ രാത്രി തന്നെ അതൊക്കെ ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ അപ്പോൾ ചായ ഇത്ര നേരമായിട്ടും തിളച്ചില്ലേന്ന് ചോദിച്ചാൽ ഞാനത് സിമ്മിലിട്ടിട്ടാണ് ഓരോ പണിയൊക്കെ ഒതുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ അതിനുള്ളിൽ അരിയും കഴുകി അടപ്പത്തേക്ക് ഇട്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെച്ചെന്നാൽ ചായയൊക്കെ കുടിച്ച് വരുന്ന നേരം കൊണ്ടിട്ട് നമുക്ക് അതൊക്കെ ഒന്ന് അതവിടെ ഇരിക്കുമല്ലോ. അല്ലെങ്കിൽ പിന്നെ കുടിച്ച് വന്നിട്ടൊക്കെ വരുമ്പോൾ ഇത്തിരി സമയം പോകും. വൈകുന്നേരം ആകുമ്പോൾ രാവിലെ നമുക്കൊന്ന് ആസ്വദിച്ചിരുന്ന് കുടിക്കാനൊന്നും പറ്റില്ല. വൈകുന്നേരം ആകുമ്പോഴേ നമ്മളിങ്ങനെയൊക്കെ ഒന്ന് ചായയൊക്കെ ഒന്ന് ആസ്വദിച്ചൊക്കെ കുടിക്കാനുള്ള നമുക്ക് സമയം കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് മീനൂട്ടിക്ക് കൊടുക്കട്ടെ. ഞാൻ വന്നപ്പോൾ തൊട്ട് അവൾ എൻ്റെ തലവട്ടം കണ്ടപ്പോൾ തൊട്ട് കരയുവാണേ. ഞാനൊരു പഴം കൊണ്ടേ കൊടുക്കുവാണ്ട. ആൾ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ കുറച്ച് നേരം മീനുടെ അടുത്തിരുന്ന് ഇങ്ങനെ നമ്മൾ സംസാരിക്കണം. ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഞാൻ. അപ്പോൾ എന്നെ കൂടി ഇങ്ങനെ കുറേ നേരം ആൾ സംസാരിച്ചൊക്കെ ഇരുന്നോളും. ഇപ്പോൾ കണ്ടോ, ഞാനിപ്പോൾ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ആൾ ആ പഴം കഴിക്കാതെ എന്നെ കൂടി ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് നിൽക്കണം. പിന്നെ രാവിലെ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ടാൽ മതി, അപ്പോൾ തുടങ്ങും കരച്ചിൽ കേട്ടോ. നല്ല സ്നേഹമുള്ള ആളാണ് കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ നിൽക്കുമ്പോഴുണ്ടല്ലോ കിച്ചൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇട്ടേക്കണത്, ഏത് സമയം എന്നെ ഇങ്ങനെ വിസിലടിച്ച് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം ഞാൻ അരിയൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒന്ന് ഇതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരി ഒന്ന് ഇട്ടിട്ട് ചായ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും അത് സിമ്മിലേക്ക് ഇട്ടോ ചായയുടെ ഇത് അടപ്പം. അപ്പോഴേ ഞാൻ ചായ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കിയപ്പോഴാണ്ടാ ചായപ്പൊടി എടുക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ചായപ്പൊടി തീർന്നിരിക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി. രാവിലെ ഞാൻ തന്നെ ഇട്ടപ്പോൾ ഞാൻ തീർന്നപ്പോൾ വൈകിട്ട് വരുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരാം എന്നുള്ളൊരു ഇതിലായിരുന്നു. പക്ഷേ ഞാൻ മറന്നുപോയി വാങ്ങിച്ചുകൊണ്ട് വരാൻ. ഇനിയിപ്പോൾ പറഞ്ഞാൽ ചേട്ടന് ദേഷ്യം വരും. ഇപ്പോൾ വന്ന് കയറിയല്ലേ ഉള്ളൂ, ഇപ്പം തന്നെ കടയിൽ പോകണമെന്ന് പറഞ്ഞാൽ ദേഷ്യം വരുമല്ലോ, ഇത് മാത്രമായിട്ട് മേടിക്കാനേ. അപ്പം ഞാൻ വിചാരിച്ചു ചായപ്പൊടി ഇല്ലെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ല. ഞാൻ ചോദിച്ചു, മക്കളെ ഇന്ന് പാലായാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പം പാല് സാധാരണ അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ, കാരണം ഗൗതമിന് ശ്വാസം മുട്ടും ഇതൊക്കെ കുഞ്ഞിലേ തൊട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അവനങ്ങനെ പാല് കൊടുക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പാല് കൊടുക്കാറില്ലായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചോദിച്ചപ്പം കുഴപ്പമില്ലമ്മ എന്ന് പറഞ്ഞു. അങ്ങനെ 2 പേർക്കും പാല് കൊടുത്തു. ചേട്ടനോട് ഞാനപ്പോൾ പറഞ്ഞു, ഞാനിങ്ങനെ നോക്കിയപ്പോഴാണ് എൻ്റെ എല്ലാ സാധനങ്ങളും തീർന്നിരിക്കുന്നത്. മുളക് പൊടി തീർന്നു, പാത്രങ്ങളൊക്കെ ഒഴിഞ്ഞിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞേ നമുക്കൊന്ന് കടയിൽ പോയിട്ട് വരാം, കാരണം ഞങ്ങളെല്ലാ മാസത്തിൽ ഇങ്ങനെ എടുത്തു വെക്കുവാണ് കേട്ടോ. കാരണം നമുക്ക് പെട്ടെന്ന് മേടിക്കൽ നടക്കില്ല. ഈ വെളുപ്പിനെയൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോഴേ പെട്ടെന്ന് ഇല്ലാതെയൊക്കെ വന്നാൽ വെളുപ്പിന് ഇവിടെ കടയൊന്നും തുറക്കില്ല. ഇവിടെയൊക്കെ കട ഒരു 8 മണിയാകുമ്പോഴേക്കേ തുറക്കുള്ളൂ. അപ്പോൾ ഈ 7:10 പോകേണ്ട ഞാൻ എങ്ങനെ ഇല്ലാത്ത സാധനമൊക്കെ പെട്ടെന്ന് മേടിക്കാനാണ്. അതുകൊണ്ട് പരമാവധി ഞങ്ങൾ ഇപ്പോൾ ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ എടുത്ത് വെക്കാറാണ് പതിവ്. അപ്പോൾ ഇതിപ്പം ഇത്രയും ദിവസം ആയല്ലോ മാസം തുറന്നിട്ട്, അപ്പോൾ സാധനങ്ങളൊന്നും എടുത്തതുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പോകാമെന്ന് വിചാരിച്ച് എളുപ്പത്തിൽ ചായയൊക്കെ എടുക്കുവാണ്. അപ്പോൾ ചോറും തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ട് പിന്നെ മീനിരിക്കുന്നത് ഇന്ന് കൂരി മീനാട്ടോ. അപ്പോൾ നല്ല പണിയുണ്ട്. ഞാനാണെങ്കിൽ കുളിച്ചും പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കൂരിമീൻ എടുക്കണ്ട, കാരണം കടയിലൊക്കെ പോയിട്ട് വന്നിട്ട് ഇനി ഞാനത് എപ്പോൾ വെട്ടിത്തേച്ച് കഴുകി വൃത്തിയാക്കി എടുക്കാനാണെന്ന് വിചാരിച്ച് ഞാൻ വേറെ എന്തെങ്കിലും പോയി വന്ന വഴിക്ക് മേടിക്കാമെന്ന് കരുതി. പിന്നെ കുറച്ച് ചെമ്മീൻ ഇരിപ്പുണ്ട്. ചെമ്മീനപ്പം ഒരു പീച്ചിങ്ങയുണ്ട്. അപ്പം ചെമ്മീനും പീച്ചിങ്ങ അപ്പം നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ ചായ ഞാൻ എടുക്കുന്നുണ്ടെങ്കിലും ഇന്ന് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ പോയി വരുമ്പോഴത്തേക്കും പിന്നെ ക്ഷീണമാവുമല്ലോ. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ റെഡിയാക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ചായ എടുക്കുന്നുണ്ടെങ്കിലും മനസ്സിലതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇപ്പോൾ ചായക്ക് കടിയായിട്ട് പഴംപൊരി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സാധാരണ ആമി നെറ്റി ചൊളിക്കോട്ടെ പഴംപൊരിയാണെന്ന് പറയുമ്പോൾ തന്നെ. പക്ഷേ ഇന്നിപ്പം ഒന്നും പറഞ്ഞില്ല എന്നോട്. പഴംപൊരി എന്ന് പറഞ്ഞപ്പോൾ കഴിക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച ആൾ കഴിച്ചില്ലെങ്കിൽ കുറച്ച് നൂഡിൽസ് ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് റെഡിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് എൻ്റെ മനസ്സിൽ അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കഴിച്ചോളാം കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആളവിടെ തട്ടുംപുറത്ത് കയറി ഇരിക്കുവാണ്ട് പാൽ കുടിക്കാനായിട്ട്. അപ്പോൾ പഴംപൊരി കൊടുത്തപ്പോൾ ഉണ്ടല്ലോ കഴിക്കുകയും ചെയ്തു, കുഴപ്പമില്ല. സാധാരണ നെറ്റ് ചുളിക്കും, ഇന്നിപ്പോൾ കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് ആൾക്ക് ഞാൻ ഒരെണ്ണം കൊടുത്തു നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിച്ചു നോക്കും മോളെ, നല്ലതാണെന്ന് തോന്നുന്നു കണ്ടിട്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ കഴിച്ചപ്പോൾ പറഞ്ഞാൽ നല്ലതാമേ എന്ന് പറഞ്ഞു. സമാധാനമായി. അപ്പോൾ എനിക്കിനി അടുത്ത ജോലിക്ക് പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാനും ചായയൊക്കെ കുടിക്കാനായിട്ട് പോയിട്ടോ. അപ്പം ഗൗതം അപ്പുറത്തിരിപ്പുണ്ട്, ചേട്ടനും ഇരിപ്പുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു ആമിക്കുഞ്ഞേ അമ്മ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ആൾക്കുള്ള ലിസ്റ്റൊക്കെ തന്നിട്ട് എനിക്ക് ഇന്ന സാധനം വേണം ഇന്ന സാധനം വേണമെന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു ബിസ്ക്കറ്റ് അധികം കഴിക്കണ്ട, കുറേ ബിസ്ക്കറ്റൊക്കെ പറഞ്ഞു. ബിസ്ക്കറ്റ് അധികം കഴിക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ. കാരണം ഇനി വെക്കേഷൻ വന്നാൽ ഇത് തന്നെയായിരിക്കും പാട്, ഈ ബിസ്ക്കറ്റ് തീറ്റ. അപ്പം ഞാൻ എൻ്റെ 2 കുപ്പി ഉണ്ടല്ലോ അവിടെ ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നാരങ്ങ അച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം അത് രാവിലെ കുപ്പിയൊക്കെ കഴുകി ഉണക്കാൻ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അത് നമുക്ക് കുപ്പിയിലേക്കൊക്കെ ആക്കി വെച്ചിട്ട് ഇത്തിരി പണി കൂടിയുണ്ട് അതിൽ, എന്നിട്ട് പോകാമെന്ന് വിചാരിച്ച്. എനിക്കിപ്പോൾ ഞാൻ ഷിപ്പ് യാർഡ് സ്റ്റോറിൽ നിന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. അവിടത്തോളം പോയി വരുമ്പോഴേക്കും എന്തായാലും ഇനി ചോറ് കഴിക്കേണ്ട സമയം ആകുമ്പോഴേ വരുള്ളൂ. അപ്പോൾ ഒരുവിധം പണിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് പോകണമായിരിക്കും നല്ലത്, അല്ലെങ്കിൽ വന്നു കഴിയുമ്പോൾ ചോറ് കഴിക്കാൻ സമയമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ഒന്ന് കുറച്ച് ചെമ്മീനൊക്കെ റെഡിയാക്കി മറ്റേ പീച്ചിങ്ങ ഇതൊക്കെ ഒന്ന് മെഴുക്കുവരട്ടി വെക്കാം, മുട്ടയൊക്കെ വറുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അച്ചാർ ഉണ്ടാക്കിയതൊക്കെ കുപ്പിയിലേക്ക് പകർത്തുവാണേ. അത് ഞാൻ ഉണ്ടാക്കി ഒന്ന് ടേസ്റ്റ് ചെയ്തപ്പോഴാണ് കേട്ടോ നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. സത്യത്തിൽ ഞാൻ വിചാരിക്കും അയ്യോ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണോ എന്ന്. കാരണം ഞാൻ അങ്ങനെ അച്ചാറൊന്നും ഉണ്ടാക്കാറില്ലായിരുന്നു. അമ്മയായിരുന്നു വീട്ടിലെ അച്ചാറുകളൊക്കെ ശരിയാക്കുന്നത്. ഞാൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കേയില്ലായിരുന്നു. നമുക്കിങ്ങനെ അമ്മമാരുണ്ടെങ്കിൽ എല്ലാം ഇങ്ങനത്തെ ജോലികളൊക്കെ അമ്മമാർ ചെയ്തോളുമല്ലോ, നമുക്കിതൊന്നും നോക്കേണ്ടി വരില്ല. അമ്മ ഇങ്ങനെ നാരങ്ങ അച്ചാർ, മാങ്ങ അച്ചാർ, നെല്ലിക്ക, പാവയ്ക്ക ഇതൊക്കെ ഇടുമായിരുന്നു. ഇപ്പോൾ ഓണമൊക്കെ വന്നാലും അമ്മ തന്നെയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കാറില്ലായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഇപ്പോൾ അമ്മ ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കി അപ്പോൾ ഇതിപ്പോൾ എനിക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാം കേട്ടോ. ഞാൻ ആ നാരങ്ങയൊക്കെ കുപ്പിയിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് ഉലുവയും കൂടി പൊട്ടിച്ചിട്ട് ആ നല്ലെണ്ണയും കൂടി കുപ്പിയിലേക്ക് ഒഴിക്കും. ഇങ്ങനെ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, കുപ്പി നല്ലതല്ലെങ്കിലുണ്ടല്ലോ ആ എണ്ണയുടെ ചൂട് കൊണ്ട് കുപ്പി പൊട്ടി പോകരുത്. അപ്പം നല്ല കുപ്പി ആയിരിക്കണം, എങ്കിൽ മാത്രമേ കുപ്പിയിലേക്ക് ഒഴിക്കാവൂ. അല്ലെങ്കിൽ നമ്മൾ ആ പാത്രത്തിലേക്ക് ഉരുളിയിലേക്ക് തന്നെ ഇട്ടിട്ട് വേണം എണ്ണ ചൂടാക്കി ഒഴിച്ചിട്ട് അത് കോരി വെച്ചാൽ മതി. പക്ഷേ കോരി വെച്ചതിന് ശേഷം ഇങ്ങനെ ഒഴിക്കുന്നത് നല്ലത്. ഇനി ഒരു 2 ആഴ്ച കഴിഞ്ഞ് തുറക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കട്ടെ അച്ചാറിന്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരു പ്രത്യേക രുചിയാണ് നല്ലെണ്ണയിൽ അച്ചാർ ഉണ്ടാക്കിയാൽ. എള്ളെണ്ണ അതിൽ അപ്പോഴേക്കും നമുക്ക് വീണ്ടും പാത്രമൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു, ചായ കുടിച്ച പാത്രവും പിന്നെ അച്ചാറിൻ്റെ പാത്രങ്ങളും എല്ലാ സാധനങ്ങളും. ഇപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ കഴുകി ഒതുക്കിയിട്ട് പോകാം, ഇല്ലെങ്കിൽ ഇനി അവിടെ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് പെറുക്കി ഇവിടെ വരുമ്പോഴേക്കും ഉണ്ടല്ലോ എനിക്കിത് കാണുമ്പോൾ വീണ്ടും മടി പിടിക്കുള്ളൂ എന്ന് ഓർത്ത് ഞാൻ അവിടെ വീണ്ടും വൃത്തിയാക്കിയിട്ട് ഞാനൊന്ന് വേഗം റെഡിയാകാൻ പോയേ. ഇനിയിപ്പോൾ ഈ സമയത്ത് പോയാൽ നല്ല ബ്ലോക്കും ആയിരിക്കും. കാരണം ഇപ്പോൾ ജോലിക്കാരൊക്കെ വരുന്ന സമയമൊക്കെ ഇല്ല, 5:30-6 മണി സമയം. അപ്പോൾ നമ്മളിങ്ങനെ ബ്ലോക്കിലൊക്കെ കിടന്നൊക്കെ വേണമല്ലോ ഇനി ഇതൊക്കെ എടുത്തിട്ട് വരാൻ. അപ്പോഴേക്കും രാത്രിയാകും. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം തയ്ച്ച ചുരിദാറില്ലേ ടോപ്പിലെ അതായിരുന്നു കേട്ടോ. അപ്പോൾ സംഭവം നല്ലതായിരുന്നു കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ ഓഫീസിൽ ഇട്ടപ്പോഴാണെങ്കിൽ എല്ലാവരും പറഞ്ഞു നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒന്ന് തയ്ച്ച് നോക്കിയത് ആദ്യമായിട്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒത്തിരി പേരിനോട് ചോദിച്ച് തയ്ച്ച് തരുമോ എന്നൊക്കെ. നമുക്ക് എവിടെ നിന്നാ സമയം, നമുക്ക് സമയമില്ലല്ലോ തയ്ക്കാൻ അറിയാമെങ്കിലും ഇനിയിപ്പോൾ നമ്മൾക്ക് ഇത് തയ്ച്ചു കൊടുക്കാനുള്ള സമയമൊന്നും കിട്ടൂല. എൻ്റെ കാര്യങ്ങളിപ്പോൾ ഏകദേശം നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഈ വന്നു കഴിഞ്ഞ് വീട്ടിലെ കാര്യവും കുട്ടികളുടെ കാര്യവും ഹസ്ബൻഡിൻ്റെ കാര്യവും പിന്നെ എൻ്റെ കാര്യവും പാചകം എല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ എവിടെ നിന്ന് എനിക്ക് സമയം കിട്ടാനോ ഒട്ടും സമയം കിട്ടൂല. അപ്പം ഞാൻ അങ്ങനെ അവിടെ സ്റ്റോറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞു ഈ സമയത്ത് പോയാൽ കാല് കുത്താൻ സ്ഥലം ഉണ്ടാവില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി വഴക്ക് പറഞ്ഞൊക്കെ വന്നത്. നമുക്ക് എപ്പോഴും ഉച്ചയ്ക്ക് പോയി എടുക്കാം, ഉച്ചയ്ക്ക് ആകുമ്പോൾ
ആളുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ നോക്കിയിട്ടുണ്ടല്ലോ, സാധാരണ ഞങ്ങൾ ഉച്ച സമയത്ത് വരുമ്പോൾ ഉണ്ടല്ലോ ഇതിലും വലിയ തിരക്കായിരിക്കും, ഇതിപ്പോൾ ഒട്ടും ആളില്ല. അപ്പം ഞാൻ പറയുമായിരുന്നേ, ഇതാണോ പറഞ്ഞത് കാല് കുത്താൻ സ്ഥലം ഉണ്ടാവില്ല, ഈ സമയത്ത് ഇപ്പോൾ ഒട്ടും തിരക്കില്ലല്ലോ എനിക്ക്. അപ്പോൾ എന്നോട് പറഞ്ഞാൽ ആദ്യം 7 മണി വരെയൊക്കെ, ഇവിടെ എനിക്ക് തോന്നുന്നത് 8:30 വരെയൊക്കെ ഉണ്ടെന്ന് തോന്നണം കേട്ടോ ഈ ഷോപ്പം, ഷിപ്പ്യാർഡിൻ്റെ സ്റ്റോറേ. അപ്പം ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല ആ സമയത്ത്. ഞാനും ആദ്യം വിചാരിച്ചത് ദൈവമേ ഭയങ്കര തിരക്കായിരിക്കും, എന്നെ ഇപ്പോൾ ശരിയാക്കും. കാരണം നിന്നതിന് അതൊരു ചെറിയൊരു ഇതാണ്, പിന്നെ നല്ല സാധനങ്ങളും പിന്നെ ഡിസ്കൗണ്ടൊക്കെ കിട്ടുന്നത് കൊണ്ടിട്ട്. പിന്നെ ഈ ഷിപ്പ്യാർഡിലെ ജീവനക്കാരൊക്കെ മൊത്തം വന്ന് വാങ്ങിക്കുന്നത് ഇവിടെയാണല്ലോ, അവർക്ക് പ്രത്യേക ഡിസ്കൗണ്ടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നല്ല തിരക്കായിരിക്കും, കാരണം മാസത്തിലെ ആദ്യ ദിവസങ്ങളല്ലേ, എന്തായാലും ഒരു 10-ാം തീയതി വരെ നല്ല തിരക്കൊക്കെ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും വന്നത്. പക്ഷെ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല, പെട്ടെന്ന് സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റി കേട്ടോ. അപ്പോൾ എല്ലാം നമ്മൾ എടുത്തിട്ടൊക്കെ അങ്ങനെ ഇറങ്ങി. അപ്പോൾ ഉണ്ടല്ലോ ഇവിടെ വെളിച്ചെണ്ണ നമുക്ക് ഇങ്ങനെ പാക്കറ്റ് ഉണ്ട്, അത് ഇഷ്ടമുള്ളവർക്ക് എടുക്കാം, പക്ഷേ ലൂസായിട്ടും കിട്ടും. അപ്പം ഞാനിവിടെ നിന്ന് ഇങ്ങനെ ലൂസായിട്ട് ക്യാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ക്യാനും സഞ്ചി ഇതൊക്കെ കൊണ്ടുവന്നു കേട്ടോ, ഇവിടെ നിന്ന് അതൊന്നും തരത്തില്ല. അപ്പം ഞങ്ങളതൊക്കെ എല്ലാം വാങ്ങിയൊക്കെ വെച്ചിട്ടേ ഇപ്പോഴാണ് ഓർത്തത്, ഇന്നിവിടെ അനിയത്തിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ആൾക്കൊരു കേക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ബേക്കറിയിലൊന്ന് കയറിയതാണ്. അപ്പം ഇങ്ങനെ കേക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വിളിച്ച് ചോദിക്കാൻ നിന്നാലുണ്ടല്ലോ, വീട്ടിലേക്ക് ഇപ്പോൾ വിളിച്ച് ചോദിക്കാൻ നിന്നാൽ അത് മേടിക്കും ഇത് മേടിക്കും എന്ന് പറയും, അവിടെ ഉള്ളതല്ലേ മേടിക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ പെട്ടെന്ന് തീരുമാനിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഒരെണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പം തന്നെ ആമി പറഞ്ഞു, അയ്യോ ഇതാണോ വാങ്ങിയത്? ഞാൻ പറഞ്ഞു എൻ്റെ ആമി അവിടെ ഉള്ളതല്ലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് പെട്ടെന്ന് തീരുമാനിച്ചതാണ് കേട്ടോ കേക്ക് മുറിക്കാമെന്നൊക്കെ. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ മേടിച്ചിട്ട് വന്നു. എന്നാൽ പിന്നെ അതൊന്ന് മുറിച്ചിട്ട് ഇനി അടുത്ത ജോലിയിലേക്കൊക്കെ കയറാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വന്ന വഴി തന്നെ കേക്ക് മുറിക്കാനായിട്ട് നിന്നട്ടോ. ഇപ്പം തന്നെ സമയം ഏകദേശം 8 മണിയൊക്കെ ആയിട്ടോ. അപ്പോൾ വാമിക്കാണ് തൊപ്പി കൊടുക്കുന്നില്ല കേട്ടോ, ബർത്ത്ഡേയുടെ ഇതുള്ള തൊപ്പി ഉണ്ടല്ലോ അവനാട്ടോ വെച്ചേക്കണം, എനിക്ക് വെക്കണം. അപ്പം ഞങ്ങൾ പറഞ്ഞാൽ അത് വെച്ചോ എന്ന് പറഞ്ഞിട്ട് ആൾക്ക് കേക്ക് മുറിക്കാനാണെന്ന് ഉള്ള ഇതിലിങ്ങനെ നിൽക്കുവാണ്. പിന്നെ വേഗം മെഴുകുതിരിയൊക്കെ കത്തിച്ച് ചേട്ടൻ തന്നെ കത്തിച്ചൊക്കെ കൊടുത്ത് വേഗം കേക്ക് മുറിക്കാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട്. അപ്പോൾ കുറച്ച് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്, അതാണ് അവരിങ്ങനെ പോസ് ചെയ്തൊക്കെ നിൽക്കുന്നത്. എന്നിട്ട് കേക്കൊക്കെ മുറിച്ചു. അങ്ങനെ അപ്പോൾ ഇതൊക്കെ ഒരു സന്തോഷമല്ലേ നമുക്കിങ്ങനെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ. വലുതായിട്ടൊന്നും ആഘോഷിച്ചില്ലെങ്കിലും ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഒന്ന് ആഘോഷിക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാവുമല്ലോ. ഇപ്പം എൻ്റെ ആണെങ്കിലും പിറന്നാളൊക്കെ എൻ്റെ ഒരു 20 വയസ്സ് വരെ ഒക്കെ തന്നെ കേക്കൊക്കെ മുറിക്കുമായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് കല്യാണം കഴിഞ്ഞ് പിന്നെ അച്ഛനിങ്ങനെ അസുഖമൊക്കെ വരാൻ തുടങ്ങിയ ആ സമയത്തൊക്കെ ആയപ്പോൾ, പിന്നെ അതുപോലെ എൻ്റെ അച്ഛൻ മരിച്ചത് എൻ്റെ ബർത്ത്ഡേയുടെ ദിവസം തന്നെയാണ്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് മുറി ഞാനതങ്ങ് ഒഴിവാക്കി. ഇപ്പോൾ ഇവിടെ മേടിക്കാൻ പോയാലും ഞാൻ പറയും വേണ്ട മേടിക്കണ്ടെന്ന് പറയും, എനിക്ക് എന്തോ ഒരു സങ്കടമുള്ള ദിവസമാണെന്ന്. അപ്പം ഞാൻ അതപ്പം അച്ഛൻ മരിച്ച ദിവസമല്ലേ, അപ്പം നമുക്ക് അതൊക്കെ ഓർക്കുമ്പോൾ ഒരു വിഷമം വരും. അതുകൊണ്ട് ഞാൻ എൻ്റെ കേക്ക് കട്ട് ചെയ്യലൊക്കെ അതോടുകൂടി ഞാൻ നിർത്തി കേട്ടോ. പിന്നെ ചേട്ടൻ്റെ ആണെങ്കിൽ എൻ്റെ പിറ്റേ ദിവസം തന്നെയാണ്, ഡിസംബർ 30 എൻ്റെ 31 ചേട്ടൻ്റെ. അപ്പോൾ ഞങ്ങൾ 31 പിന്നെ ന്യൂ ഇയർ ആണല്ലോ, അപ്പോൾ അതും കൂടി രണ്ടും കൂടി ഒന്ന് സെലിബ്രേറ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം കിച്ചണിലേക്ക് വന്നിട്ടേ മുളക് പൊടിയൊക്കെ തീർന്നിരിക്കാനല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് അത്യാവശ്യം എടുത്ത് പൊട്ടിച്ചിട്ട് വേഗം എൻ്റെ ജോലിയൊക്കെ തീർക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കറിയൊക്കെ വേഗം ഇണക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ജോലിയൊക്കെ ചെയ്ത് എൻ്റെ ജോലിയൊക്കെ ഒരുവിധം കഴിയാറായിട്ടോ. അപ്പോഴാണ് ഇവർ പറയുന്നത് ദേ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിച്ചത്. എന്നാൽ ഇവർക്ക് ഇതൊന്ന് നേരത്തെ പറഞ്ഞു വെച്ചെങ്കിൽ ഞാനിത് മുഴുവൻ ചെയ്തു കൂട്ടുമായിരുന്നു. ഇപ്പോഴേക്കും എൻ്റെ ചോറും ഞാൻ തിളപ്പിച്ച് വാർത്തിട്ടു. പിന്നെ ഞാൻ കറിയാണെങ്കിൽ പീച്ചിങ്ങയും ചെമ്മീനും കൂടി മെഴുക്ക് വരട്ടി, പിന്നെ മുട്ട വറുത്ത് വെച്ചു. പിന്നെ ഗൗതം അത് കൂട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഉണക്കമീനും ഞാൻ ശരിയാക്കിയൊക്കെ വെച്ചിട്ടോ. ഇവർ ഈ ഫുഡ് വാങ്ങിക്കുന്ന കാര്യം നേരത്തെ പറഞ്ഞെങ്കിൽ ഞാൻ ഇത്രയും പണിയെടുക്കുമായിരുന്നു. പിന്നെ ഞാൻ ആശ്വസിച്ച് ഇതെല്ലാം കൂടി ഇനി ഫ്രിഡ്ജിലേക്ക് കയറ്റാം, മുട്ട ഇപ്പോൾ കഴിക്കാം. മുട്ട അങ്ങനെ ഫ്രിഡ്ജിലൊന്നും വെച്ച് കഴിക്കണത് എനിക്കിഷ്ടമല്ല. അപ്പം ഞാൻ മുട്ട വറുത്തത് ഇപ്പോൾ കഴിക്കാം, ബാക്കിയെല്ലാം ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി. ഇനിയിപ്പോൾ നാളെ എളുപ്പമായല്ലോ, ജോലിക്ക് പോകുമ്പോഴേക്കും ഇതൊക്കെ ഒന്നെടുത്ത് ചൂടാക്കിയാൽ മതിയല്ലോ എന്നോർത്ത് പീച്ചിങ്ങ കറിയൊക്കെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു. എന്നിട്ട് ഞാൻ ഉണക്കിയതൊക്കെ അത് കുഴപ്പമില്ല, അതിവിടെ ഇരുന്നോളൂല്ലോ എത്ര ദിവസം വേണമെങ്കിലും. അങ്ങനെ ഞാൻ സമാധാനിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ.